ഇതെന്തിനാ ഉപയോഗിച്ചെന്ന് വെച്ചാല് ഹലോ ഗായ്സ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ വീടിനെ കുറിച്ച് 5 മിനിറ്റിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഒരു ലെങ്ത് ഉള്ള വീഡിയോ ചെയ്യൂ, വീട് ഫുള്ളായിട്ട് കാണിക്കണ പോലെ വീഡിയോ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒന്നുകൂടി ഹലോ, ഇതാണ് എൻ്റെ വീട്. എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഈ വീടിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ഇതാണ്, അത് കാണിച്ചു കൊടുക്കാം. അപ്പൊ അതുപോലെ ഇതിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ്, കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ വരും. ഞാൻ അതിന്റെ ഉള്ളേരിയ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കയറുന്നതും ഇതിന്റെ ഉള്ളിലുള്ള റൂമും എന്നൊക്കെ കാണിച്ചിരുന്നു. എന്നാലും ഒരു ഷോർട്ട് വീഡിയോ ആയി ഒന്ന് ലെങ്ത് ഉള്ള വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യണത്. ഇതാണ് കൊലായി. ഫ്രണ്ട് എന്നുള്ള വ്യൂ ഞാൻ ഇത് കുറെ സ്റ്റോറിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെയുള്ള ഏരിയന്ന് പ്രാവ് പാറുന്നതും ഒക്കെ ആയിട്ട്. ഞാൻ സൈഡ് ഈ കൊലായി എങ്ങനെയാന്ന് വെച്ചാല് ഇതിങ്ങനെ വീണ്ടും ചുറ്റോറം വരുന്നുണ്ട്. ബാക്ക് കൂടെ വന്നിട്ട് ഈ സൈഡ് അപ്പുറത്തെ സൈഡ് കൂടെ ഇങ്ങോട്ട് വരാം. അങ്ങനെയാണ്. പുറത്തേക്ക് ഇവിടെ ഒരു ഡോർ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ബാക്ക് പോകും. അപ്പൊ ഞാൻ ഉള്ളിലത്തെ ഏരിയ ഫുള്ള് കാണിച്ചു തരാം. ആയിക്കൂടെ കയറാം, തിരിച്ചോ. നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം. അപ്പോ വീടിന്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള വ്യൂ ഇതാണ്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും, പണ്ടത്തെ വീടിന് മേലെ ഫുൾ മരമായിട്ടാണ് വരിക. അപ്പൊ ഇതിനും അങ്ങനെ ഫുൾ മരമായിട്ടാണ് വരുന്നത്. അതുപോലെ ഇതില് ജനാലൊക്കെ ഒരു പണ്ടത്തെ ടൈപ്പ് ഇതുള്ള ഇതിൽ ജനാലാണ് വരുന്നത്. ഫുൾ മരം കൊണ്ടുള്ള കമ്പിയൊന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് ഇത് ഞങ്ങൾ പറഞ്ഞത് പൂമുഖം എന്നാണ്. പണ്ടത്തെ വീടായതുകൊണ്ടാണ് പറഞ്ഞ് ശീലമായി പോയി. ഇത് ഈ റൂമിന് പറഞ്ഞ പൂമുഖം എന്നാണ് പറയാ. ഇവിടുന്ന് കയറിയിട്ടുള്ള വ്യൂ ആണിത്. അതുപോലെ ഇവിടെ ഒരു പത്തായപ്പൂരുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഈ പത്തായ എന്നൊക്കെ പറയും. ഈ പണ്ട് നെല്ലൊക്കെ ഇട്ട് വെച്ചിരുന്ന ഇതാണ്. അതിനെ ഓപ്പൺ ആക്കണ കാണിച്ചുതരാം. ഇങ്ങനെ എടുക്കാം. ഇതാണ് പത്തായപ്പുര. ഇതിന്റെ ഉള്ളിൽ ഇപ്പോ പഴയ സാധനങ്ങളൊക്കെ ഇട്ടേക്കാണ്. ആദ്യം ഇതിന്റെ ഉള്ളിൽ പാറ ഉണ്ടായിരുന്നപ്പോ നെല്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇട്ടൊക്കെയാണ് ഇതുണ്ടായിരുന്നു. അതുപോലെ ഇതാണ് കോണി, മേലക്കയറുള്ള. അതിനെ കാണിച്ചത് കോണിക്ക് തന്നെ ഡോറാണിത്. പിന്നെ മേലക്കുള്ള വീഡിയോ ഞാൻ അടുത്ത എപ്പിസോഡായിട്ട് ഇടുന്നുണ്ട്. അപ്പോ കാണിച്ചു തരാം. നമുക്ക് ആദ്യം അടിയത്തെ കാണിക്കാം. കോണിക്ക് വരുന്ന ഡോറാണിത്. ഇത് ഞാൻ ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. അതിന് വേറൊന്നുമില്ല. പിന്നെ അതുപോലെ നമ്മൾ ആ കൊലായിക്ക് പോണ വേറെ ഡോറാണിത്, പുറത്തേക്കുള്ള. ഇതിൽ കൂടെ വന്നാൽ നമ്മൾ ആദ്യം കണ്ട ആ സൈഡാണിത്. ഇവിടുന്ന് വീണ്ടും ഞങ്ങളുടെ ഇതിങ്ങനെ മുറ്റം വരും. വീടിന്റെ ചുറ്റോറം ഇത് വരുന്നുണ്ട്, ഡോർ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു സൈഡ്. ഇതാണ് ഹാളായിട്ട് വരുന്നത്. ഇതിൽ ഒരു ബെഡ്റൂം ഇതാ. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇത് പക്ഷേ എന്താ ഈ വീടിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാല് എല്ലാ റൂമും ചെറിയ ചെറിയ റൂമാണ്. ഇതിനൊരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് പറഞ്ഞിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു ഇതൊക്കെ. അതാണ് ഇത്. ഒന്ന് എടുത്ത് വന്നുണ്ട്. ഇതാണ് അണ്ടർഗ്രൗണ്ട്. നേരത്തെ ഇറങ്ങി കാണിച്ചാൽ ഇതെന്തിനാ ഉപയോഗിച്ചെന്ന് വെച്ചാല് ഞങ്ങള് സത്യം പറഞ്ഞാല് ഇത് വീട് വാങ്ങുമ്പോൾ ഉണ്ടായിരുന്നതാണ്.
അപ്പൊ ഇതെന്തിനാ ഉപയോഗിക്കല് ചോദിച്ചാല് പണ്ടത്തെ ഇതില് പഴമൊക്കെ പഴുപ്പിക്കാൻ വെക്കൂലേ, അങ്ങനെ യൂസ് ചെയ്യലുള്ളൂ. വേറെ ഇതിനുള്ളിൽ അങ്ങനെ ഒന്നും കൊടുന്നിടലോ വെക്കലോ ഒന്നുമില്ല. ഇതിൻ്റെ ഉള്ളത്തെ വ്യൂ ഇതാണ്. ഇതിപ്പോ യൂസ് ചെയ്യില്ല, അന്ന് ക്ലീൻ ആക്കി ഇട്ടതിന് ശേഷം പിന്നെ ആരും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഇതാണ് ഈ റൂമിൽ വരുന്ന ഒരു ഇത് അണ്ടർഗ്രൗണ്ട് പറഞ്ഞത്. ഇത് കേറലും ഇറങ്ങലും കുറച്ച് ടാസ്ക് ആണ്. ഇതിനൊരു ചെറിയ ഡോറും വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതാണ് ഈ റൂമിന്റെ വ്യൂ. പിന്നെ ഈ പ്രത്യേകം എന്താ വെച്ചാല് ഇതിനൊക്കെ ഈ ഡോറിനൊക്കെ ലോക്ക് വരുന്നത് ഈ ഒരു ഇതാണ്. ഇത് പുഷ് ചെയ്യുക, അവിടെ ഇതും പുഷ് ചെയ്യുക, ഇത് ലോക്ക്. ഇതാണ് ഈ ഡോറിനൊക്കെ ലോക്ക് വരുന്നത്. ഇത് റിമൂവ് ചെയ്യുക, ഹുക്കുക. ഇതാണ് ഈ റൂമിന്റെ ലോക്ക് വരുന്നത്. പിന്നെ ഇത് വാഷ്റൂമാണ്, വേറൊന്നുമില്ല. അതുപോലെ ഇവിടെ ജനാല് വരുന്നുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ആക്കാം. ഇങ്ങനത്തെ സെറ്റപ്പിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെ ജനാല് വരുന്നുണ്ട്. വാ, പിന്നെ അവിടെ പോണതിനും കൂടെ ഇതാണ് പുറത്ത് വരുന്ന വേറൊരു കൊലായി. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇവിടുന്ന് പ്രത്യേകത ഇവിടുന്ന് ഞാൻ കുറെ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയില്. എന്റെ പേജ് കയറി നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇവിടുന്ന് പ്രാവ് പാർന്നതും അങ്ങനെ പറ്റി കുറെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇവിടെ വരുന്നത് ഒരു പണ്ടത്തെ ടൈപ്പ് സോഫ പോലത്തെ ഒരു സംഭവം. പിന്നെ ഒരു ചാരുകസേര ഉണ്ട്. ഇതെങ്ങനെ യൂസിങ് ഒന്നുമില്ല, അങ്ങനത്തെ സെറ്റപ്പിൽ എടുക്കാം. പിന്നെ ഇങ്ങനെ വാ, ഞാൻ അതിനു മുമ്പ് ഈ വീടിന്റെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് വീടിന്റെ വ്യൂ. വാ വാ, ഇവിടെ നിന്ന് കയറിയിട്ടുള്ള പിന്നെ വരുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഏരിയയാണ്. ഇതിന്റെ മേലൊക്കെ വരുന്നത് ഓടാണ്. അതെന്താ മേലൊക്കെ ഓട് വരുന്നുണ്ട്, അങ്ങനെയാണ് വരുന്നത്. മേലെ മറ്റേ വാർപ്പ് പോലെ മരത്തിന്റെ ഇതൊന്നുമില്ല, സീലിംഗ് പോലെ ഒന്നുമില്ല. പിന്നെ ഇവിടെ വരുന്നത് ഓപ്പൺ ആക്കണില്ല, ഒരു ഫ്രിഡ്ജ്, ഒരു ഫുഡ് കഴിക്കാനുള്ള ടേബിൾ, അതുപോലെ ഫിഷ്. ഇത് പിന്നെ ഒരു അപ്പത്തൊരത്തില് അതിന്റെ ഭ്രാന്തുണ്ടായിരുന്നു, മീനെന്തൊക്കെ ആയിട്ട് അങ്ങനെ 3 കള്ളിയായിട്ട് നിർത്തിക്കുകയാണ്. പിന്നെ വരുന്നത് ഒരു ലോ ബേർഡ്സ് ഉണ്ട്. ഇതിന്റെ പേരാണ് പീക്രോ. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വാഷ് ബേസ്, അങ്ങനെയാണ് ഇതിനുള്ളിൽ തീർന്നു. പിന്നെ വരുന്നത് ഇത് അപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഡോർ വരുന്നുണ്ട്. ഇത് കൂടി പുറത്തേക്ക് പോവാം, മറ്റേ കൊലായി പോലെ. അതുപോലെ ഇതാണ് കിച്ചൺ വരുന്നത്, ഇങ്ങനെ കിച്ചനും പോവും. അതുപോലെ ഇതും ബാക്കിലുള്ളൊരു പുറത്തേക്കുള്ള ഡോറാണ്. ഇത് തുറന്നാല് അവിടെ തൗത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുത്ത വീഡിയോയിലും കാണിച്ചു തരാം. അവിടെ തൗത്ത് കഴിഞ്ഞിട്ടുണ്ട്, പശു അങ്ങനെയൊക്കെ ആയിട്ട് ബാക്കിൽ. ഈ ഡോർ ഇങ്ങനെ ഇറങ്ങി നേരെ വരുന്നത് തൗത്തിന്റെ കൊടുക്കാണ്. ഇവിടെ കൊല്ലായി വരുന്നുണ്ടോ. അതുപോലെ കിച്ചൺ, പിന്നെ അവിടെ ഒരു ഔട്ടുള്ള ഡോർ വരുന്നുണ്ട്. അതുപോലെ ഇത് പിന്നെ കിച്ചണാണ്, ഇങ്ങോട്ട് കിച്ചൺ വരും. അങ്ങനെ ഇതാണ് ഇപ്പോൾ വീടിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ. അതിലിപ്പോൾ കാണിക്കാത്തതെന്ന് വെച്ചാൽ മേലെ കയറുന്ന വീഡിയോ മാത്രം കാണിക്കാത്തുള്ളൂ. ബാക്കി ഒരുവിധം എല്ലതും വാഷ്റൂം വരെ കാണിച്ചു.
അപ്പോൾ എന്തായാലും ഞാൻ ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് ഈ വീട് ഫുള്ളായിട്ട് ഒരു ചെറിയൊരു മ്യൂസിക്കിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും മാക്സിമം കാണാൻ നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, സാൽറബാനി. മാക്സിമം അതിൽ ഞാൻ ഇങ്ങനെ ആക്ടിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കണ്ടവരെ കാണുക. ഇൻട്രസ്റ്റ് ഉള്ളവർ ആ പേജ് ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ വീഡിയോ അത്ര ഉള്ളൂ. ടാറ്റ, ബൈ ബൈ. ഇസ്ലാമിൻ തേജസാണവ കശ്ഫ് കറാമത്തേറ്റിയേ ഹൈറായ ദീനെ പോറ്റിയേ മശ്ഹൂരിൻ ശക്തി പാറ്റിയേ മജ്ദൂബൻ ഹൂറലേ ഇസ്ലാമിൻ തേജസാണവ കശ്ഫ് കറാമത്തേറ്റിയേ ഹൈറായ ദീനെ പോറ്റിയേ മശ്ഹൂരിൻ ശക്തി പാറ്റിയേ മജ്ദൂബൻ